ശരത്കാലത്തിലെ ഈ പൗർണമി ദിനത്തിൽ വാഷിങ്ടണിലെയും സമീപ പ്രദേശങ്ങളിലെയും മലയാള ഭാഷാ സ്നേഹികൾ മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന കവിയെ ആദരിക്കാൻ ഇവിടെ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷക്കാലത്തിലേറെയായി മലയാള ഭാഷ കൊണ്ട് അമ്മാനമാടി നമ്മളുടെ ഏവരുടെയും ഹൃദയത്തെ, നമ്മളെ ചുണ്ടുകളെ ചിലപ്പോഴെങ്കിലും ചലിപ്പിച്ചിട്ടുള്ള മഹാകവിയാണ് ശ്രീ ONV കുറുപ്പ്. കേരളത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഭയാർജിച്ചിരുന്ന ONV കുറുപ്പ് സാറിന് ഇപ്പോൾ കിട്ടിയ അംഗീകാരം വളരെ നേരത്തെ തന്നെ കിട്ടേണ്ടതായിരുന്നു. ഫൊക്കാനയുടെ എല്ലാ നാഷണൽ നേതാക്കളും ഈ അവസരത്തിൽ ഇവിടെ എത്തി. എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള അംഗീകാരം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കൈരളി ഓഫ് ബൾട്ടിമോറിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അദ്ദേഹത്തിന് ONV സാറിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ മഹാകവി ONV കുറുപ്പിന് ഭാരതത്തിൻ്റെ തന്നെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ചത് മലയാളികളായ നാം ഏവർക്കും വളരെയധികം അഭിമാനവും സന്തോഷവും ഉള്ള ഒരു സന്ദർഭമാണ്. 1965 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയതിന് ശേഷം 5ാമതായി ഈ പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് ശ്രീ ONV കുറുപ്പ്. KPAC എന്നാൽ എല്ലാവർക്കും അറിയാം. അതാണ് അത്. ആ KPACയിൽ കൂടിയാണ് ഞാൻ ONV സാറിനെ അറിയുന്നത്. അമ്മ വിളിക്കുന്നു പൊരുവീൻ മക്കളെ, അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ. കുഞ്ഞേടത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നു വേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലണ്ടൽ മഞ്ഞൾ വരക്കൂറി ചാന്തുപൊട്ട്. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തിയുലർത്തി നിന്നു. ചെപ്പു കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, നിന്നിണതെന്താണ് അയ്യ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. നന്ദി നീ തന്നൊരിളം നീലരാവുകൾക്ക്, എന്നെ കുളിയണിയിച്ച നിലാവുകൾക്ക്. എന്താണ് അദ്ദേഹം പറയുന്നതെന്നുള്ള ആ പ്രതിപാദനത്തിലെ മൗലികത, ആ പ്രതിപാദന രീതിയിലുള്ള തനിമ, ബിംബശൈലി, ഇങ്ങനെയുള്ള ഭാവകവിതയുടെ ഘടകങ്ങൾ വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്ലാവില പൊൻതളികയിൽ പാൽപായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ. മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ. പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ, തെന്നലോ തേൻ തുമ്പിയോ. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഏറ്റവും വലിയ കവിയും ഇന്ന് സാറ് തന്നെയാണ്, ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയും സാറ് തന്നെയാണ്.
ആ ശബ്ദത്തിന് തന്നെ, നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല. അതിന് തന്നെ ഒരു മധുരമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വന്ന് നിറയും സാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ. ഇന്നെന്റെ മുറ്റത്ത് പൊന്നോമൽ പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വേറുരേ നനച്ചുപോയി. കരിവാള ചിരി പൊട്ടും കുളിർ കയ്യിൽ ചന്ദനവും പനിനീരു കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ONVയുടെ രചനകൾ ഏകാന്തതയിൽ ഏകാഗ്രതയോടുകൂടി നമ്മുടെ മനസ്സിനോട് നേരിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമന്ത്രണം പോലെ, ലൈക്ക് എ വിസ്പറിങ് ടു യുവർ ഹാർട്ട്, എ വിസ്പറിങ് ടു യുവർ സോൾ. ഈ ഒരു ശൈലി മലയാള സിനിമാ വേദിയിലേക്ക് കൊണ്ടുവന്നത് ONVയാണ്. തൻ്റെ സാഹിത്യ ജീവിതത്തിൽ എല്ലാത്തരം പ്രശ്നങ്ങളിലും ഇടപെടാനും അത്തരം പ്രശ്നങ്ങളെ ആധാരമാക്കി കവിതകൾ എഴുതുവാനുമൊക്കെ ഇതുപോലെ സന്നദ്ധത പ്രകടിപ്പിച്ച മറ്റൊരു കവി നമ്മുടെ മലയാള കവിതയിലില്ല. തുണയായി വരണമിനി ഉടലിൽ നാഗമണിയുമരിഹരണി, കുന്നത്തെ കൊന്നയ്ക്കും പൊൻപോതിലും ഇന്നേതോ തമ്പുരാൻ തന്നേ പോയോ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും. ഫൊക്കാനയുടെ നേതൃത്വത്തിൽ മഹാകവി ONV സാറിനെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഇത്ര വിജയകരമായി തീർത്തത് ഇവിടെ വന്നു ചേർന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്.